മധുരാഗ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മധുരാഗ് ബിൽഡിംഗ്, കണ്ണൂർ റോഡ്, ചകരകൽ. ജനങ്ങൾക്കാകെ ഭീഷണിയായ റോഡരികിലെ പഴക്കമേറിയ മരങ്ങൾ വെട്ടിമാറ്റാൻ ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. ചാലോട് അഞ്ചരക്കണ്ടി റോഡിൽ മാവേലി സ്റ്റോറിന് സമീപം വർഷങ്ങളായി അപകടാവസ്ഥയിലായിരുന്ന കൂറ്റൻ ആൽമരം കടപുഴകിയ സ്ഥലം സന്ദർശിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ശനിയാഴ്ച രാത്രി 10 മണിയോടെയാണ് കൂറ്റൻ ആൽമരം കടപുഴകിയത്. ഇതോടെ ഗതാഗതം പൂർണ്ണമായും മുടങ്ങുകയും പ്രദേശത്തെ വൈദ്യുതി ബന്ധം നിലക്കുകയും ചെയ്തു. 7 വൈദ്യുതി തൂണുകൾ തകർന്നു. BSNL കെ-ഫോൺ കേബിൾ ശൃംഖല തകരാറിലാവുകയും വാട്ടർ അതോറിറ്റിയുടെ ജലവിതരണ പൈപ്പ് പൊട്ടുകയും ചെയ്തു. അപകടകരമായി നിൽക്കുന്ന ആൽമരങ്ങൾ, വളർന്ന് പന്തലിച്ച് നിൽക്കുന്ന ആൽമരങ്ങളാണ്. ഇന്നലെ അതിലൊന്നാണ് മറിഞ്ഞു വീണത്. കാറ്റില്ലാത്ത, മഴയില്ലാത്ത സമയത്ത് ഞാൻ ഈ സ്ഥലത്ത് വന്നപ്പോഴാണ് മനസ്സിലാക്കാൻ സാധിച്ചത് അതിന് അടിവേരുകളില്ല. ഈ നിൽക്കുന്ന മറ്റ് മരങ്ങൾ ഏത് സമയത്തും മറിഞ്ഞു വീഴാവുന്ന അവസ്ഥയാണ്. കഴിഞ്ഞ ദിവസം കാലവർഷത്തിൻ്റെ മുന്നൊരുക്കം സംബന്ധിച്ച് കളക്ടറുമായിട്ട് ഞങ്ങൾ യോഗം ചേർന്നിരുന്നു. ജില്ലയിലെ എല്ലാ ഉദ്യോഗസ്ഥന്മാരുമായിട്ട് യോഗം ചേർന്നിരുന്നു. ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി എന്ന നിലയ്ക്ക് ഞാൻ കൂടിയാണ് ആ യോഗം വിളിച്ചു ചേർത്തത്. ഇന്നലെ എന്തായാലും നമ്മളുടെ എല്ലാവരുടെയും ഒരു ഭാഗ്യം കൊണ്ടാണ് അപകടം ഉണ്ടാകാതെ. ഇവിടെ ആളുകൾ ഇരിക്കുന്നതാണ്, യുവാക്കൾ ഇരിക്കുന്നതാണ് റോഡിൽ. അടുത്തെല്ലാം വീടുകളുണ്ട്. അതുകൊണ്ട് ഇപ്പം തന്നെ ഞാൻ കളക്ടറെ വിളിച്ച് ഈ മരങ്ങൾ അടിയന്തരമായിട്ട് മുറിക്കാൻ ആവശ്യപ്പെടും. അതുപോലെ ഇലക്ട്രിസിറ്റി ബോർഡിലെ ഉദ്യോഗസ്ഥന്മാരും എല്ലാവരും ചേർന്ന് ഇതിൻ്റെ പോസ്റ്റ് 4-5 പോയി അതിൻ്റെ പണിയും എത്രയും പേർ നടത്തുകയാണ്. നാട്ടുകാരുടെ നല്ല സഹകരണമുണ്ട്. സംഭവ സമയത്ത് സമീപവാസികളായ യുവാക്കൾ സമീപത്തുള്ള ഷെൽട്ടറിൽ ഇരിക്കുന്നുണ്ടായിരുന്നെങ്കിലും ആർക്കും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. സമീപത്തായി 4ഓളം വാഹനങ്ങൾ നിർത്തിയിട്ടിരുന്നെങ്കിലും കാര്യമായ കേടുപാടുകളൊന്നും സംഭവിച്ചില്ല. നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡിൽ ആ സമയത്ത് വാഹനങ്ങളും കാൽനടയാത്രക്കാരും ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് വൻ ദുരന്തം ഒഴിവായത്. രാത്രിയോടെ തന്നെ ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് മരം ഭാഗികമായി മുറിച്ചു മാറ്റിയെങ്കിലും റോഡിൽ വൈദ്യുതി തൂണുകൾ വീണുകിടക്കുന്നതിനാൽ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ സാധിച്ചിരുന്നില്ല. ഞായറാഴ്ച ചാലോട് KSEB സെക്ഷനിലെ 10ഓളം ജീവനക്കാർ ചേർന്ന് തകർന്ന തൂണുകൾ മാറ്റി വൈകുന്നേരത്തോടെ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കുകയായിരുന്നു. ചാലോട് അഞ്ചരക്കണ്ടി റോഡിൽ ചാലോടിലും പനയത്താംപറമ്പിലുമായി വീടുകൾക്കും വ്യാപാര സ്ഥാപനങ്ങൾക്കുമടക്കം ഭീഷണി ഉയർത്തി നിൽക്കുന്ന നിരവധി ആൽമരങ്ങളുണ്ട്. കാലവർഷം കനക്കുമ്പോൾ പ്രദേശവാസികൾ കടുത്ത ആശങ്കയിലാണ്. എത്രയും പെട്ടെന്ന് ഭീഷണി ഉയർത്തുന്ന ആൽമരങ്ങൾ മുറിച്ചുമാറ്റുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. ന്യൂസ് ബ്യൂറോ, ചാലോട്. കരുതലിന്റെ സ്നേഹസ്പർശം AKG മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ, കണ്ണൂർ.